അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആദ്യം കാണുന്നത്. ഞാൻ ആ സമയം ഡിഗ്രി ഫസ്റ്റ് ഇയർ 9th-ലായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ട്. പുള്ളി ഇങ്ങനെ ഫസ്റ്റ് ബെഞ്ച് ഇരിക്കുക, അപ്പം ഞാനിങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ പക്ഷെ അത് ഇങ്ങനെ നോക്കിയിട്ടേ ഇല്ല, അതാണ് ഹൈലൈറ്റ്. അന്ന് നോക്കിയതല്ല, ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ കൂട്ടുകാർ തൊട്ട് പറയാൻ നിൽക്കുന്നതാണ്. ഇത്രയും വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആര്യയെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പോസിറ്റിവിറ്റി ഒരുപാടുള്ളൊരു കുട്ടിയാണ്. അതുപോലെ അതിലേറെ സുന്ദരിയാണ്. പഠിക്കാനായിരുന്നാലും പാടാനായിരുന്നാലും വരയ്ക്കാനായിരുന്നാലും ഒരുപാട് സ്കിൽസ് ഉള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടുക്കും ചിട്ടിയും അങ്ങനത്തെ കാര്യത്തിൽ ഈവൻ എനിക്ക് തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇന്നലെ വരെ നിന്ന കുട്ടിയാണ്. പെട്ടെന്നാൾ വേറൊരു വീട്ടിലേക്ക് പോകുന്ന കാര്യം നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ലൈഫിൻ്റെ ഒരു പാട്ടായത് കാരണം നമുക്കിതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആനന്ദ് ആര്യയ്ക്ക് പറ്റിയ ഒരാളാണ്. അവളുടെ എല്ലാ കുട്ടിത്തരമായിരുന്നാലും അവളുടെ ആ ഒരു തമാശയായിരുന്നാലും അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന പറ്റിയ ഒരു പയ്യനാണ് ആനന്ദെന്ന് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും എൻ്റെ മോക്ക് പറ്റിയൊരു അളിയനും കൂടെയാണ്. അവർ അളിയാന്നാണ് അങ്ങോട്ട് വിളിക്കാറ്. അപ്പോൾ എന്തായിരുന്നാലും അവരുടെ ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് ഈ പോസിറ്റിവിറ്റി ഒരുപാട് നിറച്ച് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് പോട്ടെ. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നി